ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. ഷോൾഡറിലേക്ക് ഒരു കൈ വന്നമർന്നപ്പോൾ ഞെട്ടിക്കുടഞ്ഞുകൊണ്ട് തിരിഞ്ഞ് ആദ്യ കൈയിൽ പാൽ ഗ്ലാസും പിടിച്ച് പ്രസന്നതയോടെ തന്നെ നോക്കി നിൽക്കുന്ന ഉമ്മ. നിങ്ങളെല്ലാം തീരുമാനിച്ചു ഉമ്മ? ശബ്ദം പുറത്തേക്ക് വന്നില്ലെങ്കിലും ആളുടെ ദയനീയ ഭാവം ശ്രദ്ധിച്ചിരുന്നു. ചെല്ലുമോളെ, കുട്ടിക്കളിയാണോ ഇത്? ജീവിതമല്ലേ? എത്ര ദിവസം എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ രണ്ട് മുറികളിലായിട്ട് കഴിയുന്നു? ഉമ്മ അവളുടെ കവിളിലൊന്ന് തഴുകി. വാ, എഴുന്നേൽക്ക്. ആളുടെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിച്ച് പതിയെ മുകളിലേക്ക് പറഞ്ഞയച്ചു. ആൾക്കാർ മുകളിലെത്തുന്നവരെ അവിടെ തന്നെ നോക്കി നിന്നു. കണ്ണിൽ നിന്ന് പറഞ്ഞോ നേരെ തന്റെ റൂമിലേക്ക് ചെന്നു. കഥകടയുന്ന ശബ്ദം കേട്ടതോ അയാൾ തിരിഞ്ഞു. എന്തായി, പോയോ അവള്? ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. എന്തോ വലിയ പണി ചെയ്ത ക്ഷീണം പോലെ ഒരു ദീർഘനിശ്വാസത്തോടെ അവർ ബെഡിലേക്ക് വന്നിരുന്നു. ഉപ്പയുടെ ചുണ്ടിൽ അപ്പോഴും നിറഞ്ഞ ചിരിയായിരുന്നു. ഒന്ന് രണ്ടു വട്ടം വാതിലിന് മുട്ടിയെങ്കിലും അകത്തുനിന്ന് മറുപടിയൊന്നും വരാത്ത കാരണം ഡോറിന്റെ നോക്കിൽ പിടിച്ച് താഴ്ത്തി ആദ്യ ഉള്ളിലേക്ക് കയറി. രണ്ടടി വെച്ച് മെല്ലെ തലയിട്ടൊന്ന് ചുറ്റും വീക്ഷിച്ചവും ബെഡിന്റെ അങ്ങേ തലക്കൽ കുനിഞ്ഞിരുന്ന് എന്തോ ചെയ്യുകയായിരുന്ന ഫെബിയെ കണ്ടു. അവളൊന്ന് തൊണ്ടയനക്കി. അവന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവുമില്ല. ഒരേ ഇരിപ്പാണ്. പാൽ ഗ്ലാസ് മാറ്റി വെച്ച് അവൾ മെല്ലെ അവനരിയിലേക്ക് ചൂടുകൾ വെച്ചു. ഫെബിക്ക? സ്വല്പം പേടിയോടെ വിളിച്ചു. എന്നിട്ടൊരു മറുപടിയുമില്ല. തല ഉയർത്തി അവളൊന്ന് എത്തി നോക്കി. ആ കാഴ്ച കണ്ട് ഉള്ളിലൊരു കൊള്ളിയാൻ മിന്നി. കണ്ടത് സത്യമാണെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഒന്നുകൂടി അടുത്തേക്ക് ചെന്നു. കണ്ണിൽ ഇരുട്ട് കയറുന്നതിനോടൊപ്പം കാലുകൾ തളരുന്നതായി അനുഭവപ്പെട്ടു. ഫെബിക്ക? ഒന്നുകൂടി വിളിച്ചപ്പോൾ അവളുടെ ആദരങ്ങൾ വിറകൊണ്ടു. ഒരു നിമിഷത്തിന് ശേഷം മുഖമുയർത്തി അവൻ അവളെ തുറിച്ചു നോക്കി. ചുവന്നു മറിഞ്ഞ കണ്ണുകളും ഭയം തോന്നിക്കുന്ന അവന്റെ നോട്ടവും. പണ്ട് തനിക്ക് വന്ന കത്തിലെ വരികളാണ് അവൾക്കപ്പോൾ ഓർമ്മ വന്നത്. നീ വിചാരിക്കുന്ന പോലെ ഒരാളെ അല്ല നിന്റെ സാറ്. അവനും അവന്റെ ഫാമിലിയും ക്രിമിനൽസാ. ഫെബിക്ക, എന്താ ഇത്? പേടിയോടെ ചോദിക്കുമ്പോൾ ഇറ്റു വീഴാൻ പാകത്തിന് ആ മിഴികൾ നിറഞ്ഞിരുന്നു. അവനൊന്നും മിണ്ടിയില്ല. കണ്ണുകൾ പതിയെ അടച്ച് പുറം കൈയിൽ ആ വെളുത്ത പൗഡർ ഒന്നുകൂടി നാസികയിലേക്ക് ആഞ്ഞു വലിച്ചു. ഒരുതരം മരവിപ്പോടെ ആദ്യം ആ കാഴ്ചയും കണ്ടു നിന്നു. ഇതുവരെ പിടിച്ചു വെച്ച സങ്കടം മുഴുവൻ ചീളുകളായി പുറത്തേക്ക് വരാൻ തുടങ്ങി. അത് ഇഷ്ടപ്പെടാതെ നീരസത്തോടെ ഫെബി അവളെ തുറുക്കനെ നോക്കി. വാ പൊത്തി പിടിച്ചുകൊണ്ട് അവൾ കരച്ചിലിനെ അടക്കി. അവൻ ഇരുന്നിടന്ന് എഴുന്നേറ്റു. ലക്കേട്ട പോലെ തലയൊന്ന് കുടഞ്ഞു വിട്ടു. അലങ്കോലമായി കിടക്കുന്ന മുടിഴകളിലൂടെ വിരലുകൾ ഓടിച്ച് വല്ലാത്തൊരു നോട്ടത്തോടെയും വശ്യമായ പുഞ്ചിരിയോടെയും മെല്ലെ അവൾക്കരികിലേക്ക് ചൂടുകൾ വെച്ചു. പേടിച്ചുകൊണ്ട് അവൾ ഓരോ കാലടിയും പുറകിലേക്ക് നീക്കി. അപ്പോഴും കണ്ണുകൾ പെയ്യുകയായിരുന്നു. ഫെബിക്ക, പ്ലീസ്, വേണ്ട. അവന്റെ നോട്ടത്തിന്റെ ശക്തി താങ്ങാൻ കഴിയാതെ അവൾ നിന്ന് കെഞ്ചി. ആ കണ്ണുനീരൊന്നൊരു പ്രശ്നമേയല്ലെന്ന ഭാവത്തോടെ അവൻ വീണ്ടും അവളിലേക്ക് അടുത്തു. അവസാന ചൂടെടുത്തു വെച്ചവൾ ഭിത്തിയിലേക്ക് ചേർന്നു. അവൻ അവളുടെ തൊട്ട് മുന്നിൽ. ഇനി എന്തും സംഭവിക്കാം. ആദിയുടെ ഹൃദയം കിടന്ന് പെരുമ്പറ മുഴക്കി. അവളുടെ കൈകാലുകൾക്ക് കൂടുതൽ തളർച്ച അനുഭവപ്പെട്ടു. ഫെബിയുടെ നോട്ടം അവളുടെ കവിഞ്ഞൊഴുകുന്ന മിഴികൾ തറഞ്ഞു കിടക്കുകയാണ്. പതിയെ അവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. അപ്പോൾ തന്നെ അവന്റെ കയ്യിൽ അവളും പിടുത്തമിട്ടു. ഫെബി അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചു. പേടിയോടെ ആദ്യം തന്നെ മിഴികൾ ഇറുക്കി അടച്ചു. കുറച്ചു സമയം നിന്നിട്ടും അവന്റെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും കാണാഞ്ഞിട്ട് അവൾ കണ്ണുകൾ മെല്ലെ തുറന്നു. അപ്പോഴും അവളെ നോക്കി അതേ നിൽപ്പ് തുടരുകയായിരുന്നു അവൻ. ഇപ്പൊ പക്ഷെ നേരത്തെ കണ്ട ഭയപ്പെടുത്തുന്ന തീവ്രതയില്ല നോട്ടത്തിന്. എപ്പോഴും കാണുന്ന കുസൃതിയും പ്രണയവും നിറഞ്ഞു നിൽക്കുന്നുണ്ടോ എന്ന് അവൾക്ക് സംശയം. ഒന്നുകൂടി കണ്ണുവിടർത്തി അവനെ തന്നെ ഉറ്റുനോക്കി. ഫെബിക്ക് ചിരി പൊട്ടി വരാൻ തുടങ്ങിയിരുന്നു. ചുണ്ട് കടിച്ച് പണിപ്പെട്ട് അവൻ അതിനെ ഒതുക്കി നിർത്തി. ആദ്യം എന്തൊക്കെയോ ചീഞ്ഞ് നാറി തുടങ്ങി. പോരാന്നതിന് അവന്റെ ശരീരത്തിൽ നിന്ന് വ്യാപിക്കുന്ന ആ മണം അവൾക്ക് പരിചിതമായിരുന്നു. അവൾ അവന്റെ മുഖമാകെ ഒന്ന് കണ്ണോടിച്ചു. നെറ്റിയിൽ ചെറിയൊരു ഗ്ലേസിംഗ് പോലെ ചൂണ്ടുവിരൽ കൊണ്ട് അവിടുന്ന് ഒരൽപ്പം തോണ്ടി അവൾ തന്നെ നാസികയിലേക്ക് ചേർത്തു. വിക്സ്? കണ്ണുകൾ ചുവന്ന് കലങ്ങാൻ വേണ്ടി വിക്സ് വാരി തേച്ചിരിക്കുകയാണ് കാലമാടൻ. ദേഷ്യം ഉച്ചയിൽ കയറി അവൾ നിന്ന് പല്ലുകൾ ഞെരിച്ചു. ഫെബിയുടെ അടക്കി പിടിച്ച ചിരി അതോടെ മുഴുവനായും പുറത്തേക്ക് വന്നു. അവൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. കുറച്ചു സമയം അവനെ തുറിച്ചു നോക്കി അവൾ. എന്നിട്ട് അവന്റെ ചിരിയുടെ ശക്തി കൂടിയെന്നല്ലാതെ അതിനൊരാക്കവും വന്നില്ല. സംശയം ബാക്കിയായ അവൾ അവന്റെ കൈ പിടിച്ചെടുത്ത് പുറം കൈയിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ആ വെളുത്ത പൊടിയൊന്ന് മണത്തു നോക്കി. ഇത് കുട്ടിക്കൂറ പൗഡർ മുഖത്തിടുന്ന്. അവൾക്ക് നേരത്തേനേക്കാൾ ദേഷ്യം ഇരട്ടിച്ചു. ഫെബി കൂടുതൽ ഉച്ചത്തിൽ പൊട്ടി ചിരിക്കുകയാണ്. അവൾക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി ചെയ്താണെങ്കിലും അത് ഇത്രയും സക്സസ് ആവുമെന്ന് അവന് വിചാരിച്ചിരുന്നില്ല. ദേഷ്യമൂത്ത ആദി ഇരു കൈകൾ കൊണ്ട് അവന്റെ താടിയിൽ പിടിച്ച് ആഞ്ഞു വലിച്ചു. സ്വിച്ച് ഇട്ട പോലെ ഫെബിയുടെ ഭാവം മാറി. ചിരിമാഞ്ഞ് വേദന നിറഞ്ഞ അവന്റെ കണ്ണുകളിൽ. വെറി എന്റെ താടി! അവൻ നിന്ന് പുളഞ്ഞു. ഇല്ല, നിങ്ങളെ ഞാൻ കൊല്ലും ദുഷ്ട. ആൾ വീണ്ടും പല്ലുകൾ ഞെരിച്ചു. അതുകൊണ്ട് ഫെബിക്ക് പിന്നെയും ചെരി പൊട്ടി. അവൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ആദിയുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി ചുറ്റും പരതി. തേടിയത് കിട്ടിയ പോലെ ബെഡിൽ നിന്നും പില്ലോ വലിച്ചെടുത്തവൾ അവനെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി. 3-4 അടി ഏറ്റുവാങ്ങിയ ശേഷം അവനോടി ബാത്റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു. ആദ്യം അവന്റെ പുറകെ ചെന്ന് വാതിൽ തള്ളിപ്പൊളിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. അകത്തുനിന്ന് വെള്ളത്തിന്റെ ശബ്ദം കേട്ട് അവൾ നിന്നിടത്തും തിരിഞ്ഞു.
അപ്പോഴാണ് നേരത്തെ ഉമ്മ കൊടുത്തു വിട്ട പാൽ ഗ്ലാസ് കാണുന്നത്. അതെടുത്ത് ഒറ്റ വലിക കുടിച്ചു തീർത്തു. അത്രയ്ക്കുണ്ടായിരുന്നു കുറച്ചു മുന്നേ പടപൊരുതിയ ക്ഷീണം. എന്നാൽ ആ തെമ്മാടി ഇത്ര വിദഗ്ധമായിട്ട് എന്നെ പറ്റിച്ചോളഞ്ഞല്ലോ. മുഖത്ത് പറ്റിച്ചേർന്ന പാലിന്റെ ശേഷിപ്പ് തുടച്ചുകൊണ്ട് അവൾ ബെഡിലേക്ക് ഇരുന്നു. കഴിഞ്ഞ കുറച്ച് സമയത്തിൽ സംഭവിച്ചത് ഓരോന്നും മനസ്സിലിട്ട് വീണ്ടും വീണ്ടും കറക്കിയെടുത്തു. ഓരോന്നും ആലോചിക്കും തോറും ദേഷ്യമൊക്കെ മാറി അവളുടെ അധരങ്ങളിൽ ചെറുചിരി തെളിഞ്ഞു. പെട്ടെന്നാണ് ബാത്റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അവൾ മുഖമുയർത്തി നോക്കി. തല പുറത്തേക്കിട്ട് തന്നെയും നോക്കി എളിച്ചുകൊണ്ടിരിക്കുന്ന ഫെബി മുഖത്ത് കൃത്രിമ ദേഷ്യം വരുത്തി അവളവനെ തുറിച്ച് നോക്കി. പാത്തുമ്മ, ആ ടവലെന്നെടുത്തരോ, ഓടിക്കറിയപ്പോ എടുക്കാൻ മറന്നു പറഞ്ഞുകൊണ്ടോ പിന്നെ വിളിച്ചു കാണിച്ചു. എനിക്കങ്ങ് വയ്യ, വേണമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് എടുത്തോ. ആൾ മുഖം വെട്ടിച്ച് കളഞ്ഞു. പ്ലീസ് മുത്തേ, ദാ നോക്ക്, തലയിൽ വെള്ളം ഇറങ്ങുന്നു. രാത്രിയാ, കോൾഡ് വരാൻ സാധ്യതയുണ്ട്. പനി പിടിച്ചിടുന്ന പണി നിനക്ക് തന്നെയാണേ, പറഞ്ഞില്ല എന്ന് വേണ്ട. അതേ ഗൗരവത്തോടെ ആദ്യം തലയിരിച്ച് അവനെ നോക്കി. തലയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം കവിളിലൂടെ ഒലിച്ച് മേലാസകലം നനച്ച് താഴേക്ക് ഇറ്റി വീഴുന്നുണ്ട്. അവൾ ഇരുന്നിടത്തൊന്നും ചാടി എഴുന്നേറ്റു. അത് ഫെബി പറഞ്ഞ പോലെ അവന് പനി പിടിക്കുമെന്ന് കരുതിയിട്ടല്ല, മറിച്ച് പണി കിട്ടുമെന്ന് പേടിച്ചിട്ടാണ്. വെള്ളം നിലത്തേക്ക് എത്തിയാൽ തല തുടച്ച് വൃത്തിയാക്കേണ്ടി വരും. ടവലെടുത്ത് അവന് നീട്ടിയതും അത് വാങ്ങിക്കാതെ അവിടെ കയ്യിൽ പിടിച്ച് ഒറ്റ വലിയായിരുന്നു അകത്തേക്ക്. വിട്ട് കുതിരാൻ ശ്രമിച്ചെങ്കിലും അതിനെ സമ്മതിക്കാതെ അവളുടെ അരക്കെട്ടിൽ പിടിച്ച് തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് ഒന്നാകെ ചുറ്റി വരിഞ്ഞവൻ പതിയെ അവളുടെ അത്തരങ്ങളും കവർന്നെടുത്തു. ആ പ്രണയിച്ചൂടിൽ ലയിച്ചവൾ അനങ്ങാൻ വയ്യാതെ നിന്നു. കുറച്ചു സമയത്തിന് ശേഷം പതിയെ അവളിൽ നിന്ന് അവൻ പിൻവലിഞ്ഞു. ചെറുക്ഷീണത്തോടെ കണ്ണുകൾ പാതി തുറന്നവൾ അവന്റെ മിഴികളിലേക്ക് നോക്കി. ഒന്നുകൂടി തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ അവളെ ഇരുകൈകളാൽ വരയം ചെയ്ത് അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഫെബിമെല്ല അവളെയും കൊണ്ട് കുറച്ചുകൂടി മുന്നിലേക്ക് നീങ്ങി. അവിടെ തുറന്നിട്ട ഷവറിനടിയിലേക്ക് കയറി നിന്നു. അവൾ ഒന്നുകൂടി അവനിലേക്ക് ഒട്ടി. അവൻ അവളിലുള്ള പിടിമുറുക്കി. ശിരസിലേക്ക് ഇറ്റി വീഴുന്ന വെള്ളത്തുള്ളികൾ ഇരുവരുടെയും ശരീരത്തെ ചൂടുപിടിപ്പിച്ചു. ആദി ഫെബിയുടെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു. മിഴികളടച്ച് അവനത് മനസ്സായി ഏറ്റുവാങ്ങി. കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന ബാത്ത് ടവൽ അപ്പോഴേക്കും നനഞ്ഞു കുതിർന്നിരുന്നു. അവനത് വാങ്ങി നിലത്തേക്കിട്ടു. ശേഷം ഷവർ ഓഫ് ചെയ്ത് ഭിത്തിയിലെ ടവൽ ഹോൾഡറിൽ നിന്ന് മറ്റൊരു ടവൽ എടുത്തു. അതുകൊണ്ട് അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. ചുമ്മാ ഒരു കുസൃതി ചിരിയോടെ കണ്ണ് ചിമ്മിക്കൊണ്ട് അവളുടെ തലപതിയെ തോർത്തി കൊടുത്തു. ഡ്രസ്സ് മാറി വാ, നനഞ്ഞിരിക്കണ്ട, ഞാൻ പുറത്തുണ്ടാവും. അവളുടെ കവിളിൽ നിന്ന് തഴുകി അവൻ വെളിയിലേക്ക് ഇറങ്ങി. നനഞ്ഞ ഡ്രസ്സ് മാറി വാതിലിൽ ലോക്കി തിരിഞ്ഞതും ബാത്റൂമിൽ നിന്നിറങ്ങി ആദിയുടെ നേർക്ക്. നെഞ്ചു മുതൽ മുട്ടുവരെ മാത്രം ടവലും ചുറ്റി നിൽക്കുന്ന അവളെ മുറിയിൽ പരന്ന അരണ്ട വിളിച്ചതിലും കണ്ടു അവൻ. അറിയാതെ തന്നെ കാലുകൾ അവിടെ അടുത്തേക്ക് ചലിച്ചിരുന്നു. മുടിയിലെ വെള്ളം നല്ലപോലെ പോയോ എന്നറിയാൻ ആദ്യം തന്നെ അവളുടെ തലവഴി അവനൊന്ന് വിരലോടിച്ചു നോക്കി. ആദ്യം അവനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. അവന്റെ നോട്ടം അവളെ തേടിയെത്തി. കണ്ണുകൾക്ക് ഒരുത്തതും ഇരുവരും അല്പനേരം സ്വയം മറന്ന് നോക്കി നിന്നു. തന്നോടൊപ്പം ഒരു പ്രണയക്കടലിലേക്ക് ആഴ്ന്നിറങ്ങാൻ അവളുടെ ഉള്ളം വല്ലാതെ വെമ്പുന്നുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ നിമിഷം തന്നെ ഇരുകൈകളാൽ അവളെ കോരിയെടുത്തുകൊണ്ട് ബെഡിലേക്ക് നടന്നു. ആദി, ഐ ലവ് യു. അവന്റെ ശബ്ദത്തിനൊപ്പം ചുടുനിശ്വാസവും കൂടി കാതിൽ തട്ടിയപ്പോൾ അവളുടെ ശരീരം ഒന്നുകൂടി കുളിരണിഞ്ഞു. കണ്ണുകളടച്ച അവൾ അവന്റെ മുടിയിഴയിലേക്ക് വിരലുകൾ ഇറക്കി ഒന്ന് മുറുക്കി. അവളുടെ കഴുത്തിൽ ചുറ്റിപ്പിണഞ്ഞിടക്കുന്ന മഹർമാലയിൽ അവനൊന്ന് മുത്തി. അവിടുന്ന് അങ്ങ് തുടങ്ങി അവളിൽ ഓരോ അണിവിനെയും അറിയുകയായിരുന്നു അവൻ. പ്രണയിച്ചൂടിൽ രണ്ടുപേരും സ്വയം മറന്നു. ആദി, എനിക്കതിന് എന്തിഷ്ടമാണെന്നറിയോ? നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല പെണ്ണെ. ഈ ലോകം പോലും എനിക്ക് മുമ്പിൽ ശൂന്യമാവും. അവൻ അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്തു. ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ടത് ഒഴുകിയിറങ്ങുന്ന പ്രണയമായിരുന്നു. യാന്ത്രികമായി അവന്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളിലേക്ക് ചലിച്ചു. അവളുടെ വിറകൊള്ളുന്ന ചുണ്ടുകളിൽ അവന്റെ ചുവന്ന തൊടുത്ത അധരങ്ങൾ ചേർന്നപ്പോൾ അവൾ കുളിരണിഞ്ഞു പോയി. മതിവരുവോളം അവളുടെ അധരങ്ങളിലെ തേൻ അവൻ നുകർന്നു. അവൾ സ്വയം മറന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഫാനിന്റെ ശക്തിയിൽ ഇളകിയാടുന്ന മുടിയിഴകൾ അവന്റെ മുഖത്ത് വന്ന് പതിച്ചു. അവളുടെ ആ മുടിയിഴകളെ മാടിയൊതുക്കി. അവളുടെ ആ വിടർന്ന നെറ്റിത്തടത്തിൽ അവന്റെ ചുണ്ടുകൾ പതിയെ ചുംബിച്ചു. അതുവരെ ഇല്ലാത്ത പുതിയൊരു വികാരം രണ്ടുപേരുടെയും ശരീരത്തെ ചൂട് പിടിപ്പിക്കുകയായിരുന്നു. ആദിയെ പതിയെ തൂക്കിയെടുത്ത് അവൻ ബെഡിലേക്കിട്ടു. അവരുടെ പ്രണയം പരസ്പരം കൈമാറാൻ തടസ്സമായതെല്ലാം അവരിൽ നിന്നും മാറ്റപ്പെട്ടു. അവൻ്റെ ആ പ്രണയച്ചൂടിൽ അവൻ്റെ കരലാളനങ്ങളിലൂടെ അവൾ മറ്റൊരു ലോകത്തേക്ക് എത്തുകയായിരുന്നു. ആദിയുടെയും ഫെബിയുടെയും ലോകം. അനുഭവിച്ചവർക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന പ്രണയത്തിൻ്റെ ആ നിർവചനീയമായ ലോകം. മണിക്കൂറുകൾ പിന്നിട്ടു. 5 മണിയുടെ അലാം മുഴങ്ങിയതും ആദ്യം കണ്ണുകൾ തുറക്കുന്ന ഫെബിയാണ്. തന്റെ വലത് കൈക്കുള്ളിൽ കിടന്ന നെഞ്ചിലേക്ക് മുഖവും പൂഴ്ത്തി വെച്ചുറങ്ങുന്ന ആദിയുടെ തലയിൽ അവൻ വാത്സല്യത്തോടെ തലോടി. നെറുകയിൽ ഒരു നനുത്ത ചുംബനം നൽകി. കുറച്ചു സമയം അവൾ ഉറങ്ങുന്നത് നോക്കി അങ്ങനെ കിടന്നു. പതിയെ അവന്റെ ചുണ്ടിലെ ഒരു കുസൃതി ചിരി വിരിഞ്ഞു.
ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ ചെവിയിൽ വരച്ച് ഇക്കിളിപ്പെടുത്താൻ തുടങ്ങി. അവളൊന്ന് മുരണ്ടു. എന്നിട്ട് ഒന്നുകൂടി ചുരുണ്ട് അവനിലേക്ക് ഒട്ടിക്കിടന്നു. ആഹാ, അത് ശരി, ഇങ്ങനൊരു ഉറക്കപ്പിശാശ് നിന്നെ ഞാൻ. മെല്ലെ ചുണ്ടാനക്കിക്കൊണ്ട് അവൻ വീണ്ടും പഴയപടി ആവർത്തിച്ചു. ഉറക്കപ്പിച്ചിൽ ആദ്യം ഫെബിയുടെ കൈയിനിട്ടൊരു തല്ല് വെച്ച് കൊടുത്തു. ആഷി, മങ്കി കളിക്കില്ലേടാ, എനിക്ക് ഉറങ്ങണം. ഇന്നലെ ഒരു പോളെ കണ്ണടിച്ചില്ല ഞാൻ, അറിയോ? ആൾ കിടന്ന് ചിണുങ്ങി. അങ്ങനെ വരട്ടെ, ഇപ്പോഴും ആഷിയുടെ കൂടെ ആണെന്നുള്ള വിചാരമാണല്ലേ? എന്തെങ്കിലും ഉറങ്ങായിരുന്നു? അവൻ പതിയെ അവളിലേക്ക് ചെവി അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ആ ശബ്ദം കാതിൽ തട്ടിയതും പെട്ടെന്ന് അവൾ കണ്ണുകൾ വെട്ടിത്തുറന്നു. ഫെബിയുടെ കൈക്കുള്ളിലാണ് താനെന്നറിഞ്ഞതും ഒന്ന് പിൻവലിഞ്ഞു. പെട്ടെന്നാണ് ഇന്നലത്തെ ഓരോ സംഭവങ്ങളും അവളുടെ ഉള്ളിലേക്ക് പാഞ്ഞെത്തിയത്. കഴുത്തിന് താഴേക്ക് നീങ്ങിപ്പോയ പുതപ്പവൾ പെട്ടെന്ന് വലിച്ചു കയറ്റി മെല്ലെ മിഴികൾ ഉയർത്തി അവനെ നോക്കി. അവന്റെ നോട്ടം അവളിൽ തന്നെ. എഴുന്നേറ്റ് ഓടുന്നില്ലേ? ആളൊന്നും മിണ്ടിയില്ല. അവനെ തന്നെ നോക്കിക്കിടന്നു. ആ കണ്ണുകൾ തന്നെ മാടി വിളിക്കുന്ന പോലെ തോന്നി ഫെബിക്ക്. മെല്ലെ അവളിലേക്ക് അടുക്കാൻ ശ്രമിച്ചതും അവന്റെ നെഞ്ചിൽ കൈവച്ച് തടഞ്ഞു. കുളിക്കുകയും നിസ്കരിക്കുകയും വേണം, ഞാൻ എഴുന്നേക്കട്ടെ? അവനത് കേട്ടതായി നടിച്ചില്ല. തടസ്സമായി തന്നെ നെഞ്ചത്ത് വെച്ച് അവളുടെ കൈയെടുത്ത് മാറ്റി. എനിക്കെന്താ, അതൊന്നും വേണ്ടേ? ചോദിക്കുന്നതിനോടൊപ്പം അവളിലേക്ക് പടർന്നു കയറിയുന്നവൻ എതിർക്കാൻ നിന്നില്ല. പുറത്ത് പെയ്യുന്ന മഴയിൽ അവന്റെ പ്രണയ ചൂടിൽ അവളും അലിഞ്ഞു ചേർന്നു. കൂടിച്ചേരലിന്റെ ലഹരിയിൽ ഇരുവരും വീണ്ടും മയക്കത്തിലേക്ക് വഴുതി വീണു. സമയം വീണ്ടും ഓടിത്തുടങ്ങി. ഒന്ന് മുരണ്ടുകൊണ്ട് ആദ്യം തിരിഞ്ഞിടന്നു. ഉറക്കത്തിൽ നിന്നും പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു. ഇരുട്ടുമാറി നേരിയ വെളിച്ചം പടർന്നിരിക്കുന്നു. പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കി. 6:15. പടച്ചോനെ, സമയം പോയി, ഞാൻ അപ്പോഴേ പറഞ്ഞതാ. പിരിവൃത്തുകൊണ്ട് അവൾ അരികിൽ കിടക്കുന്ന ഫെബിയെ നോക്കി. ദേഹത്തുനിന്നും പുതപ്പ് മാറ്റി ബെഡിൽ കിടന്ന ഷോൾ എടുത്ത് ചുറ്റി ഓടി ബാത്റൂമിൽ കയറി. പെട്ടെന്നൊരു കുളിയും പാസാക്കി ഉളുവും ചെയ്ത് തിരിച്ചിറങ്ങി. വസ്ത്രം മാറി നിസ്കാരപ്പായ വിരിച്ചിട്ടും അവൻ എഴുന്നേറ്റിട്ടില്ലായിരുന്നു. ഒരു സെക്കൻഡ് നിഷ്കളങ്കമായി കിടന്നുറങ്ങുന്നവനെ നോക്കി നിന്ന് പോയവൾ പിന്നെ വൈകിപ്പിച്ചില്ല. നിസ്കാരത്തിലേക്ക് തിരിഞ്ഞു. അത് കഴിഞ്ഞ് മനസ്സറിഞ്ഞൊരു ദുആയും ചെയ്ത് എഴുന്നേറ്റ് ഫെബിക്കരിയിലേക്ക് ചെന്നു. തണുത്ത കൈവിരലുകൾ അവന്റെ മുഖത്തും നഗ്നമായ നെഞ്ചിലൂടെയും ഓടിച്ചു വിട്ട് ഇക്കിളിപ്പെടുത്താൻ തുടങ്ങി. കണ്ണുകൾ തുറക്കാതെ തന്നെ അവളുടെ കയ്യിൽ അവൻ പിടുത്തമിട്ടു. ചുണ്ടോട് ചേർത്ത് പഞ്ഞി പോലത്തെ കൈവെള്ളയിലൊന്ന് മുത്തി. അവളുടെ കയ്യിലെ പിടുത്തമിടാതെ അതുപോലെ തന്നെ കണ്ണുകൾ അടച്ച് കിടന്നു. എഴുന്നേൽക്കുന്നില്ലേ? ഇല്ലെന്നവൻ തലയനക്കി. അയ്യടാ, എഴുന്നേറ്റ് പോ ബാത്റൂമിലേക്ക്. കൈ അവന്റെ പിടിയിൽ നിന്ന് വലിച്ചൂരി അവളവനെ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിച്ചു. ശേഷം തലയിൽ ചുറ്റിവെച്ച തോർത്തൂരി വിരിച്ചിട്ടു. ഷോൾ എടുത്തിട്ട് കൊണ്ട് ഡോറിനരിയിലേക്ക് നടന്നു. തുറക്കുന്നതിന് മുന്നേ ഒന്നുകൂടി ഫെബിയെ തിരിഞ്ഞു നോക്കി. ടീ ഓർ കോഫി? ടീ. ആള് തന്നെ നോക്കിയിരിക്കായിരുന്നു. അവൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു. അത് കേട്ടത് അവൾ പുറത്തേക്ക് ഇറങ്ങി. ഒരു പാട്ട് മൂളിക്കൊണ്ട് നേരെ പോയത് കിച്ചണിലേക്ക്. ആളെ കണ്ടപ്പോൾ തന്നെ ഉമ്മാക്ക് ചിരി പൊട്ടി തുടങ്ങി. ചുണ്ടുകൾ കടിച്ചു പിടിച്ച് അവർ ചിരി ഒതുക്കി. എന്താ ഉമ്മങ്ങളിനെ കണ്ടിട്ട് മക്കാറാക്കുന്നേ? ഏയ്, എനിക്കോ? നിനക്ക് വെറുതെ തോന്നാ മോളെ. ആറ് വീണ്ടും ചിരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. ആദ്യം മുഖം വെട്ടിച്ച് സ്റ്റൗ കത്തിച്ച് ചായ ഒന്ന് ചൂടാക്കാൻ വെച്ചു. അത് പകർന്നെടുക്കാൻ കപ്പുമായി തിരിഞ്ഞപ്പോഴാണ് ഉമ്മയുടെ അടുത്ത ചോദ്യം വന്നത്. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞല്ലേ? അത് കേട്ടതും പരിഭവത്തോടെ അവൾ ഉമ്മയെ തുറപ്പിച്ച് നോക്കി. അതിന് മിനിയാന്ന് രാവ് പുലരും വരെ എൻ്റെ മോൻ്റെ കുറ്റം പറഞ്ഞ പെണ്ണ. അത് കേട്ട് ഞാൻ വിചാരിച്ച് ഇനി അവൻ്റെ കൺവെട്ടത്ത് പോലും പോവില്ലെന്നാ. ഞാനിപ്പോ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. ഉമ്മ മറുപടി കൊടുത്തില്ല. തിരിഞ്ഞൊന്ന് ശബ്ദമുണ്ടാക്കാതെ കുലുങ്ങി ചിരിച്ചു. ആദിക്ക് ഹാലിളകാൻ തുടങ്ങി. ഇനിയും നിന്നാൽ ഉമ്മയാണെന്ന് നോക്കാതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പോകും. ചായ എടുത്തവൾ പെട്ടെന്ന് കിച്ചൺ വിട്ടു. മുറിയിലേക്ക് കയറിയപ്പോൾ ഫെബി നിസ്കാരപ്പായൽ ദുആയിലാണ്. ആദി ശബ്ദമുണ്ടാക്കാതെ ടീ കപ്പ് ടേബിളിലേക്ക് വെച്ച് അവനെയും നോക്കി നിന്നു. സമയം കടന്നുപോയി. ഒരു സുഹൃത്തിന് ഫോൺ ചെയ്തുകൊണ്ട് ഫെബിയുടെ റൂമിന് മുമ്പിലൂടെ പാസ് ചെയ്യായിരുന്നു സോന. പെട്ടെന്നാണ് അകത്തുനിന്ന് കളിച്ചിരികൾ ഉയർന്നു കേൾക്കുന്നത്. അവൾ അറിയാതെ തന്നെ ആ കാലുകൾ അവിടെ നിശ്ചലമായി. ഫ്രണ്ടിനോട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ സംസാരം അവസാനിപ്പിച്ചു. മനസ്സെത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും കാതുകളും കണ്ണുകളും അതിനകത്തേക്ക് തന്നെ ഓടിക്കൊണ്ടിരുന്നു. ഫെബിയുടെ പതിഞ്ഞ ശബ്ദവും അതിനോടൊപ്പം തന്നെ ഉയരുന്ന ആദിയുടെ പൊട്ടിച്ചിരിയും അവൾക്കൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. ഉള്ളിൽ ദേഷ്യമോ സങ്കടമോ വെറുപ്പോ എന്തോ ഒന്ന് നുരഞ്ഞു പൊന്തി വന്നു. പെട്ടെന്നാണ് ഡോറിനടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന കാലടിയുടെ ശബ്ദം കേൾക്കുന്നത്. ക്ഷണനേരം കൊണ്ട് സ്വാന ഭിത്തിയുടെ മറവിലേക്ക് നീങ്ങിയതും ആദി വാതിലും തുറന്ന് പുറത്തേക്ക് ഓടിയത് ഒരുമിച്ചായിരുന്നു. എന്റെ കൈ കിട്ടും, അപ്പൊ ശരിയാക്കി തരാം, അപ്പൊ അവിടുന്ന്. കുറുമ്പോടെയുള്ള ഇരുവരുടെയും സംസാരം കൂടി കേട്ടതോടെ സോനയുടെ ഉള്ളിൽ അസൂയ മുളവുട്ടി തുടങ്ങി. ആദിയോട് എന്തിനെന്നില്ലാത്ത ദേഷ്യം തോന്നി അവൾക്ക്. ഇരുവരും പോയ വഴിയെ നോക്കിയ ശേഷം അവൾ സ്വന്തം മുറിയിലേക്ക് തന്നെ മടങ്ങിപ്പോയി. ഏതോ ഒരു ഓർമ്മയിൽ ചെറുമന്ദാസത്തോടെ വെറുതെ അങ്ങനെ നടക്കുകയായിരുന്നു ആദി. പെട്ടെന്നാണ് എതിരെ വന്ന ആളുമായി കൂട്ടിമുട്ടുന്നത്. രണ്ടുപേരും ഈർഷ്യയുടെ മുഖമുയർത്തി നോക്കിയെങ്കിലും പെട്ടെന്ന് തന്നെ ഇരുവരുടെയും മുഖത്ത് ശാന്തത നിഴലിച്ചു. ഇതേതാ ഈ പുതിയ അവതാരം? ഇതുവരെ കാണാത്ത ഒരു ഐറ്റത്തിനെ കണ്ട് ആദ്യം മനസ്സാൽ ചോദിച്ചു. സോറി, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, അതാ. കരിമഷിപ്പാടുകൾ അവശേഷിച്ച് അവിടെ മിഴിയിലേക്ക് നോക്കിക്കൊണ്ടാവും പറഞ്ഞെങ്കിലും ആ നോട്ടം താങ്ങാൻ കഴിയാതെ
ഒരു ചെറുപുഞ്ചിരി മറുപടിയായി കൊടുത്ത് പെട്ടെന്നുള്ള അവിടുന്ന് തടിയൂരി. അവന്റെ മിഴികൾ പക്ഷേ അവളുടെ പുറകിലായിരുന്നു. ഓടി മറയുന്നവളെ കണ്ണെടുക്കാതെ അവനങ്ങനെ നോക്കി നിന്നു. സെക്കൻഡുകൾക്ക് ശേഷം വന്ന ഒരു ഓർമ്മയിൽ അവൻ അവിടുന്ന് തിരിഞ്ഞടന്നു. "ഡാ കാലിദേ!" അലറിക്കൊണ്ട് പാഞ്ഞു വരുന്നവനെ അന്തിച്ചു നോക്കിയിരുന്നു കാലിദും കൂടെയുള്ള 3 പേരും. "ആ പെണ്ണേതാ?" "പെണ്ണോ? ഏത്?" "ഇതുവരെ ഇവിടെ കാണാത്തൊരു പനനീർ പൂവിനെ ഇപ്പൊ അവിടെ കണ്ടല്ലോ. ആരാവള്? ആദ്യമാണോ?" "ആണോ? എനിക്കെങ്ങനെ അറിയണം? നീ പറ." "ആയിരിക്കും, അത് ഫെബിയുടെ വൈഫാ." "മോന്തയുടെ ഷേപ്പ് മാറണമെങ്കിൽ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വിട്ടേക്ക് മുന്നോനെ." ഒരു താക്കീതെന്നാണ് കാലിദ് പറഞ്ഞപ്പോൾ അവനൊന്ന് ഇളിച്ചു കാണിച്ചു. "ഇനി വെള്ളം കുടിക്കാനോ മറ്റോ പറഞ്ഞ് ഇവിടുന്ന് അനങ്ങി നീ, അപ്പൊ ബാക്കി തരാം." പറയുമ്പോൾ മുഖത്തെ ശാന്തതയാണെങ്കിലും കാലിദിന്റെ ഉള്ളം തിളച്ചു മറിയുകയായിരുന്നു. കുറച്ചു നേരത്തെയെങ്കിലും ആദിയുടെ സൗന്ദര്യം ആസ്വദിച്ചതിന് ആത്മാർത്ഥ സുഹൃത്തിനെ വെട്ടി തുണ്ടമാക്കാൻ തോന്നി അവന്. പക്ഷെ എല്ലാം വിദഗ്ധമായി ഉള്ളിലൊതുക്കി വീണ്ടും അവൻ ബിസിനസ് ചർച്ചകളിലേക്ക് പങ്കുചേർന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.